أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇമാം ഖുത്ബയിൽ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അത് നഷ്ടപ്പെടുത്തുന്ന വിഷയത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ജാഗ്രതയും അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സ്വലാത്തുൽ ഫജ്റും സ്വലാത്തുൽ അസ്റും നഷ്ടപ്പെടുത്തുന്ന വിഷയം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവമായി വിശ്വാസികളെ ഉണർത്തിയ ഭാഗം അതാണ് പ്രധാനമായിട്ടും ഇന്ന് ഖുത്ബയിൽ നമ്മുടെ മുൻപിൽ അദ്ദേഹം ഉത്ബോധിപ്പിച്ചത്. അസ്വലാത്തു ഇമാദുദ്ദീൻ, നമസ്കാരം അത് മതത്തിന്റെ നെടുന്തൂണാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇമാം ഖുത്ബ ആരംഭിച്ചത്. നമുക്കറിയാം, അർക്കാനുൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ പഠിപ്പിച്ചപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിന്റെ അടുക്കൽ മനുഷ്യവേഷത്തിൽ വന്നിട്ട്, മനുഷ്യരൂപത്തിൽ വന്നിട്ട്, അല്ലിംനി അനിൽ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോൾ, അൻ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാത്ത് വ ഈതാഉസ് സക്കാത്ത് വ സിയാമു റമളാൻ വ ഹജ്ജൽ ബൈത മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്നാണ് പഠിപ്പിച്ചത്. അതിൽ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, ഇലാഹില്ല എന്ന സാക്ഷ്യവചനത്തിന് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരാണെന്ന് പ്രഖ്യാപിക്കുകയും അത് ജീവിതത്തിൽ സാക്ഷിയാക്കാമെന്ന് പറയുകയും ചെയ്തതിനു ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായിട്ട് വിശ്വാസികൾക്ക് അല്ലാഹു നിശ്ചയിച്ചത്, ഇസ്ലാമിലെ വിധിവിലക്കുകളിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഇഖാമുസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക എന്നതാണ്. മാത്രമല്ല, ഇമാം ഖുത്ബയിൽ നമ്മോട് ആവർത്തിച്ചുണർത്തി, അവ്വലു മൻ യുഹാസിബു ഫീ യൗമിൽ ഖിയാമ അസ്സലാത്ത്, പരലോകത്ത് ഒരാളെ ആദ്യമായിട്ട് വിചാരണക്കെടുക്കുന്നത് അവന്റെ നമസ്കാരത്തെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട് എല്ലാ കർമ്മങ്ങൾക്കും, നമ്മൾ ഈ ലോകത്ത് ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. അങ്ങനെ മറുപടി പറയുന്ന, വിചാരണക്കെടുക്കുന്ന വിഷയങ്ങളിൽ ഒന്നാമത്തെ വിഷയം അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി വിശ്വാസികൾക്ക് അള്ളാഹു നിശ്ചയിച്ച, നിബന്ധനയാക്കിയ കർമ്മം ഇന്ന സ്വലാത്ത ലിദിക്രി, നമസ്കാരം അത് എന്നെ ഓർക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, നമസ്കാരം അത് നീചവും നികൃഷ്ടവുമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നും മനുഷ്യർക്ക് തടയിടപ്പെടുമെന്നും അവര് തടയുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. അതാകട്ടെ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്ന് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ എടുത്തു പറയുന്നു. അഥവാ തീർച്ചയായിട്ടും നമസ്കാരം വിശ്വാസികൾക്ക് മേൽ സമയബന്ധിതമായി നിർവഹിക്കേണ്ട ഒരു ആരാധനയായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതെപ്പോഴെങ്കിലും തോന്നുന്നത് പോലെ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഇമാം ഖുത്ബയിൽ വളരെ വിശദമായിട്ട് നമ്മോട് ഉണർത്തിയത്. പല രൂപത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കോഴി കൊത്തുന്നത് പോലെയുള്ള കടമ വീട്ടാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരക്കാർ, അശ്രദ്ധമായിട്ട് നമസ്കരിക്കുന്ന നമസ്കാരക്കാർ, തോന്നിയതുപോലെ ചില വക്ത് എടുക്കുകയും ചില വക്ത് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന നമസ്കാരക്കാർ, അങ്ങനെയുള്ള പലവിധ നമസ്കാരക്കാരുണ്ട്. നമസ്കാരം തീരെ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഇമാം മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ നമ്മോട് പറഞ്ഞു, സുബഹി നമസ്കാരത്തിൽ ഇമാം സലാം വീട്ടി തന്റെ ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും നോക്കുമ്പോൾ വളരെ കുറച്ചാളുകളെ ഈ പള്ളിയിൽ ജുമുഅക്ക് വരുന്ന, ഈ പള്ളിയിൽ സംബന്ധിക്കുന്ന നൂറുകണക്കിന് ആളുകളിൽ, അല്ലെങ്കിൽ എത്രയോ ആളുകളിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ ആ നമസ്കാരത്തിൽ ഇമാമിന്റെ കൂടെയുള്ളൂ. മറ്റ് നമസ്കാരങ്ങളിൽ, മറ്റ് സമയങ്ങളിൽ അവരുടെ ജോലി സ്ഥലങ്ങളിലോ മറ്റിടങ്ങളിലോ ഒക്കെയാണെന്ന് സമാധാനിക്കാം. അതും വെറും ഒരു സമാധാനം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അവർ ജോലി എടുക്കുന്നിടത്തും അതേപോലെ പള്ളികളുണ്ട്. ഈ
ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പോൾ എല്ലാ പള്ളികളിലും ആളുകൾ കൂടേണ്ടതാണ്. പക്ഷെ അത് കാണുന്നില്ല. എന്തൊക്കെ ഉതിർ പറഞ്ഞാലും ഒഴിവ് പറഞ്ഞാലും സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് എല്ലാവരും അവനവന്റെ വീട്ടിലുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ആ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ഗൗരവത്തെക്കുറിച്ചും വിശ്വാസികൾ വേണ്ട വിധം ഗൗനിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലരുടെയും നമസ്കാരം നഷ്ടപ്പെടുത്തിയത് ചിലർ നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്. അവർ നമസ്കാരം തീർക്കാക്കുന്നു, ഉപേക്ഷിക്കുന്നു. ചിലർ നമസ്കാരം പാഴാക്കാൻ കാരണം അവർ അവരുടെ രാത്രിയുടെ അന്ത്യയാമങ്ങൾ വരെ ചെലവഴിക്കുന്നത് ശാസകൾക്ക് മുൻപിൽ, കമ്പ്യൂട്ടറുകളുടെ സ്ക്രീനുകൾക്ക് മുൻപിൽ, അല്ലെങ്കിൽ TV സ്ക്രീനുകൾക്ക് മുൻപിൽ, അതല്ലെങ്കിൽ മറ്റു പല അനാവശ്യ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ, അതല്ലെങ്കിൽ വെറുതെ സമയം കൊല്ലുന്ന വിനോദങ്ങൾക്ക് മുൻപിൽ, അങ്ങനെ അവരുടെ വിലപ്പെട്ട സമയം, രാത്രി സമയം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്നും നിങ്ങൾ വിജയത്തിലേക്ക് വരുവിൻ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുവിൻ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കുത്തരം നൽകാതെ അവൻ കിടന്നുറങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഇമാം സുബഹി നമസ്കാരത്തെയും അസർ നമസ്കാരത്തെയും സ്വലാത്തുൽ ഫജ്റിനെയും സ്വലാത്തുൽ അസറിനെയും കുറിച്ച് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ലയൽ ജന്നാറു റജുലുൻ യുസല്ലി ഖബല തുലൂഇ ശംസി വഉറൂബിഹ. നമസ്കാരം പ്രത്യേകിച്ചും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപുള്ള നമസ്കാരം നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു റജുലാണെങ്കിൽ, അവനെ നരകം സ്പർശിക്കുകയില്ല. അവൻ നരകത്തിൽ പോകാൻ സാധ്യതയില്ല. കപടവിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസപ്പെട്ട രണ്ട് നമസ്കാരമായിട്ടും ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ സുബഹിനെയും അസറിനെയും കുറിച്ചാണ്. മറ്റൊരു ഹദീസിൽ സുബഹി നമസ്കാരത്തെയും ഇശാ നമസ്കാരത്തെയും രണ്ട് ഹദീസുകളും ഇമാം ഖുതുബയിൽ നമ്മോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസം മനസ്സിന്റെ ഉള്ളറകളിൽ അടിഞ്ഞുകൂടി ആ വിശ്വാസത്തിനനുസൃതമായിട്ടുള്ള പ്രവർത്തനമാണ് ഒരാളിൽ ഉണ്ടാകുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴെങ്കിലും അബദ്ധവശാൽ അവന് വിട്ടുപോകുന്നതിനെ കുറിച്ചല്ല. എന്നാൽ സുബഹി നമസ്കാരം എന്നും പാഴാക്കുകയോ അല്ലെങ്കിൽ ഖളാ എന്ന പേരിൽ പിന്നീട് അവന് തോന്നിയ ഏതെങ്കിലും സമയത്ത് നിർവഹിക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടി വ്യാപകമായി നമ്മൾ കണ്ടുവരുന്നു. ഓരോ നമസ്കാരവും അതാതിന്റെ സമയത്ത് അള്ളാഹു കൃത്യമായിട്ട് വിശ്വാസികൾക്ക് നിശ്ചയിച്ചു കൊടുത്തത് അവർ അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി അവന് ആരോഗ്യവും ഒഴിവ് സമയവും അനുഗ്രഹവും നൽകിയ ആ അന്നദാതാവിന്, അനുഗ്രഹദാതാവിന് നന്ദി കാണിക്കാൻ വേണ്ടി അവന്റെ മുൻപിൽ സുജൂദും റുക്ഉം തഹ്ലീലും തക്ബീറും പ്രാർത്ഥനകളുമായിട്ട് 24 മണിക്കൂറിലെ അരമണിക്കൂറിൽ താഴെ സമയമെങ്കിലും ആ അള്ളാഹുവിന്റെ മുൻപിൽ അവൻ ചെലവഴിക്കുന്നുണ്ടോ, അതിനുവേണ്ടി കൃത്യനിഷ്ഠതയോടുകൂടി അവൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഈ ലോകത്തെ മറ്റു പല കർമ്മങ്ങളും പോലെ നമ്മളെ പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും വേണ്ടിയാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ്, നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മരണവും ജീവിതവും നിശ്ചയിച്ചത്. ആ ജീവിതത്തിലെ നിരീക്ഷണങ്ങളിൽ, ആ ജീവിതത്തിലെ പരീക്ഷകളിൽ ഏറ്റവും പ്രധാനമാണ് വിശ്വാസികൾക്ക് അല്ലാഹു അവനെ ഓർക്കാൻ വേണ്ടി നിശ്ചയിച്ച നമസ്കാരം, സ്വലാത്ത്. ആ നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ മനുഷ്യർ അശ്രദ്ധരാകാൻ സാധ്യതയുള്ള, ദേഹേച്ഛക്കനുസൃതമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പ്രയാസമുള്ള നമസ്കാരമാണ് സ്വലാത്തുൽ ഫജ്റും സ്വലാത്തുൽ അസ്റും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ആ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി കഴിഞ്ഞ ഇന്നലകളിൽ അബദ്ധവശാലോ അറിയാതെയോ അല്ലെങ്കിൽ പൈശാചിക പ്രേരണകളാലോ നമ്മിൽ നിന്നും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ വിഷയത്തിൽ ബോധം വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നു മുതലുള്ള ജീവിതത്തിൽ അത് മാറ്റം വരുത്തണമെന്നാണ് ഇമാം നമുക്ക് നൽകിയ ഉപദേശം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിലെ 142-ാമത്തെ സൂക്തം ഇമാം നമസ്കാരത്തിൽ അശ്രദ്ധരാകുന്ന ആളുകളുടെ സ്വഭാവം അത് കപടവിശ്വാസികളോടാണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്ന ആയത്ത് നമ്മുടെ മുൻപിലോതി. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. മുനാഫിഖീങ്ങൾ, ലോകത്ത് മനുഷ്യർ 4 തരത്തിലാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. ഒന്നുകിൽ അവൻ കാഫിറായിരിക്കും, ദൈവത്തെ നിഷേധിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന, മതങ്ങളെ നിരാകരിക്കുന്ന, യുക്തിവാദിയോ നിരീശ്വരവാദിയോ കമ്മ്യൂണിസ്റ്റോ പ്രാഗ്മാറ്റിസ്റ്റോ ഹ്യൂമനിസ്റ്റോ ഫെമിനിസ്റ്റോ ഏതൊക്കെ പേരുകളിൽ അറിയപ്പെട്ടാലും
അവന്റെ ആത്യന്തികമായിട്ടുള്ള വീക്ഷണം ദൈവമുണ്ടെന്ന് പറയുന്നത്, മതത്തെക്കുറിച്ച് പറയുന്നത്, അതേപോലെ തന്നെ പരലോകത്തെക്കുറിച്ച് പറയുന്നത്, വിചാരണയെക്കുറിച്ച് പറയുന്നത്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, അതൊക്കെ പഴഞ്ചൻ ധാരണകളും പഴഞ്ചൻ ചിന്താഗതികളും ശൂന്യമായ വ്യർത്ഥമായ വ്യവസ്ഥകളും വിശ്വാസങ്ങളുമാണെന്ന ചിന്താധാര വെച്ച് പുലർത്തുന്ന ആളുകൾ എക്കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കൂട്ടർ മുശ്രിക്കീങ്ങൾ, അഥവാ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ ഏകനായിട്ടുള്ള ഒരു പ്രപഞ്ചനാഥനിൽ വിശ്വസിക്കുന്നതോടൊപ്പം പടച്ചതമ്പുരാൻ എന്ന മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച, പടച്ചു പരിപാലിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആ ദൈവത്തിലേക്ക് തങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ ദൈവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയോ ആ ദൈവത്തിലേക്ക് ശുപാർശകരാകാൻ വേണ്ടിയോ ആ ദൈവത്തിനും അവനുമിടയിൽ മറ്റൊരു മധ്യവർത്തിയെ സ്വീകരിക്കുന്ന മറ്റൊരാളുടെ, അത് മരിച്ചവരാകാം, ജീവിച്ചിരിക്കുന്നവരാകാം, കല്ലുകളാകാം, മരങ്ങളാകാം, ബിംബങ്ങളാകാം, പ്രതിമകളും പ്രതിഷ്ഠകളും, അതേപോലെ തന്നെ പുണ്യമരങ്ങളോ പുണ്യപുഷ്പങ്ങളോ പുണ്യമൃഗങ്ങളോ ഒക്കെയായി സങ്കല്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ജീവനുള്ളതോ ഒക്കെയാകാം, പടച്ചതമ്പുരാനിലേക്ക് തന്നെ അടുപ്പിക്കാൻ, ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് അടുക്കാൻ, പ്രാർത്ഥിക്കാൻ, ആരാധനകൾ അർപ്പിക്കാൻ ഒരു ഇടയാളനെ, ഒരു മധ്യവർത്തിയെ ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവരാണ് മുശ്രിക്കീങ്ങൾ. മറ്റൊന്ന് മുഅ്മിനീങ്ങൾ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായിട്ട് ഇലാഹായിട്ട് മറ്റൊരാളെ ആവശ്യമില്ല, എന്റെ സങ്കടങ്ങൾ പറയാൻ, എന്റെ കാര്യങ്ങൾ അർത്ഥിക്കാൻ, എന്റെ കാര്യങ്ങൾ സമർപ്പിക്കാൻ എനിക്ക് എല്ലാം നൽകിയ, ഇനിയും എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ദുആ ചെയ്തുകൊള്ളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ കൃപാലുവായ, റഊഫായ, റഹ്മാനായ, റഹീമായിട്ടുള്ള റബ്ബ്, ആ റബ്ബ് മതി എന്ന് തൃപ്തിപ്പെടുന്ന മനസ്സുള്ള മനുഷ്യർ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനെന്നായിരിക്കും അവരുടെ വാക്കെന്ന് വിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളോട് നിങ്ങൾ ദുആ ചെയ്യരുതെന്ന സൂറത്തു ജിന്നിലെ 18-ാമത്തെ ആയത്ത് അപ്പടി സ്വീകരിക്കാൻ അവർ താല്പര്യം കാണിക്കുന്നു. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്നായിരിക്കും അവരുടെ നിരന്തരമായ പ്രാർത്ഥന. അല്ലാഹുവേ, നീ തടഞ്ഞു നൽകാനോ നീ നൽകിയത് തടയാനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അവർ എത്ര വലിയവരാകട്ടെ, എത്ര ഉന്നതരാകട്ടെ, എത്ര ശക്തിയും കഴിവുമുള്ളവരാകട്ടെ, അവരൊക്കെ നിന്റെ താഴെയാണ്, നിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് മാത്രമേ സഹായം തേടൂ, നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് നിരന്തരമായിട്ട് പ്രതിജ്ഞ ചെയ്യുന്ന, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നെഞ്ചിൽ, ഹൃദയത്തിൽ ഉറച്ച് ആ അള്ളാഹുവിനോട് പ്രഖ്യാപിക്കുന്ന, പ്രതിജ്ഞ ചെയ്യുന്ന ആളുകളായിരിക്കും ആ സത്യവിശ്വാസികൾ. 4-ാമത്തെ വിഭാഗമാണ് മുനാഫിക്കീങ്ങൾ. അവർ മുശ്രിക്കീങ്ങളല്ല, അവർ കാഫിരീങ്ങളല്ല, എന്നാൽ അവർ മുഅ്മിനീങ്ങളുടെ കൂടെയാണ് അറിയപ്പെടുന്നത്. അവരുടെ പേരുകളിൽ അവർ മുഅ്മിനീങ്ങളുടെ കൂടെയായിരിക്കും, അവരുടെ തറവാടുകളിൽ അവർ മുഅ്മിനീങ്ങളുടെ കൂടെയായിരിക്കും, അവരുടെ താല്പര്യങ്ങളും ആരാധനകളും ആചാരങ്ങളും മുഅ്മിനീങ്ങളുടെ കൂടെയായിരിക്കും. പക്ഷേ അവരുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ഈമാൻ കടന്നു ചെന്നിട്ടില്ല. ബാഹ്യമായിട്ടുള്ള ചില പ്രകടനങ്ങളിലൂടെ, ബാഹ്യമായിട്ടുള്ള ഒരു ഒഴുക്കിലൂടെ എല്ലാവരും അങ്ങനെയാകുമ്പോൾ ഞാനും അങ്ങനെയാകട്ടെ എന്ന ചിന്തയായിരിക്കും അവരെ നയിക്കുന്നത്. അവർ അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അവരുദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ വഞ്ചിക്കുക എന്നതാണ്. എന്നാൽ അതിലൂടെ അവർ ചെയ്യുന്നത് അവർ അവരെ തന്നെ വഞ്ചിക്കുകയാണ്. ഇതാണ് ഖുർആൻ ഇവിടെ എടുത്തു പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന, തീർച്ചയായിട്ടും കപടവിശ്വാസികളായ ആളുകൾ, യുഹാദിഊനല്ലാഹ്, അവർ അള്ളാഹുവിനെ വഞ്ചിക്കുന്നു, അവർ അള്ളാഹുവിനെ വഞ്ചിക്കുന്നു. അള്ളാഹു അവരോട് നമസ്കാരം, സുബഹി നമസ്കാരം അള്ളാഹു അവരോട് നിർവഹിക്കാൻ പറഞ്ഞത് 4:55-നും 5:20-നും ഇടയിലുള്ള, അല്ലെങ്കിൽ 5:30-ക്ക് മുൻപുള്ള ആ സമയത്താണെങ്കിൽ അവർ നമസ്കരിക്കാറുള്ളത് അള്ളാഹുവിനെ പറ്റിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള, അവരെണീക്കുന്ന സമയത്ത്, അത് 6 മണിക്കോ 7 മണിക്കോ 8 മണിക്കോ, ചിലപ്പോൾ രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം ചില ആളുകൾ സുബഹി നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. അതവർ അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ്. അള്ളാഹു അവരോട് നമസ്കരിക്കാൻ പറഞ്ഞ സമയം അവർക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ല. അവരുടെ സൗകര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റിവെക്കുകയാണ്. അവർക്കതിന് പല ന്യായീകരണങ്ങളും പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പറ്റിക്കാം. പക്ഷെ അതിലൂടെ അവർ ചെയ്യുന്നത് അവരെ തന്നെ വഞ്ചിക്കുകയാണ്. അവർക്ക് നൽകിയ ആരോഗ്യവും അവർക്ക് നൽകിയ ഒഴിവു സമയവും അവർക്ക് ഈ ജീവിതത്തിൽ നൽകുന്ന പരീക്ഷയും അറിയാതെ പോകുന്നു ആ മനുഷ്യർ. അതുകൊണ്ട് അവർ സ്വയം വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ വഞ്ചകരെ, എങ്ങനെയാണ് ഈ മുനാഫിക്കുകളെ തിരിച്ചറിയുക? ഞാനും നിങ്ങളും മുനാഫിക്കാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ അടയാളമാണ് അല്ലാഹു പറഞ്ഞിരുന്നത്. അവർ നമസ്കാരത്തിലേക്ക് നിന്നാൽ കാമു കുസാല, അതാണ് ഇമാം പറഞ്ഞത്. കുസാല,
മടിയന്മാരായിക്കൊണ്ടായിരിക്കും, അലസന്മാരായിക്കൊണ്ടായിരിക്കും. എന്താണ് അള്ളാഹുവിനോട് പറയാൻ പോകുന്നത്, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് നിയ്യത്ത് മുതൽ, അള്ളാഹുവിന്റെ മുൻപിൽ ഞാൻ ഇന്ന നമസ്കാരം നിർവഹിക്കുന്നു എന്ന നിയ്യത്ത് മുതൽ, കരുതൽ മുതൽ സലാം വീട്ടുന്നത് വരെ നിരന്തരമായിട്ട് പടച്ച തമ്പുരാനുമായിട്ടുള്ള മുനാജാത്താണ് നമസ്കാരം. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള നിരന്തരമായിട്ടുള്ള മുനാജാത്താണ്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ, അല്ലാഹുവേ എനിക്കും എന്റെ പാപങ്ങൾക്കും ഇടയിൽ നീ മശ്രിക്കിനും മഗ്രിബിനും ഇടയിലുള്ള അകലം സൃഷ്ടിക്കണമേ എന്ന് പറയുന്ന പ്രാരംഭ പ്രാർത്ഥന മുതൽ, അല്ലെങ്കിൽ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് തുടങ്ങി ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബേ, നിന്റെ നേർക്ക് ഞാനിതാ എന്റെ മുഖത്ത് തിരിച്ചിരിക്കുന്നു. എങ്ങനെ? ഹനീഫൻ മുസ്ലിമ, നേരായ ഋജുവായ കളങ്കമില്ലാത്ത മുഅ്മിനായി മുസ്ലിമായി ഞാൻ ഇതാ തിരിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഓരോ വിശ്വാസിയും ആ നമസ്കാരത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് അവൻ അള്ളാഹുവിനെ വാഴ്ത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. ആരാണ് അള്ളാഹു? അർറഹ്മാനുർ റഹീം മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ കരുണാവാരിധിയും കാരുണ്യവാനുമായ അള്ളാഹു. ആ അള്ളാഹുവിനോട് അവൻ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടൂ. അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ഏതെങ്കിലും ഒഴുക്കിനുകൂടെ ഒഴുകുന്ന ആളുകളുടെ കൂടെയല്ല. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ തൃപ്തിപ്പെട്ട സച്ചരിതരായ നല്ലവരായ ആളുകളുടെ മാർഗത്തിൽ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, പൂർവിക കാലങ്ങളിൽ മതം നൽകി, വേദം നൽകി, വിശ്വാസങ്ങളും ആചാരങ്ങളും പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് വഴിപഴച്ചു പോയ, ദുർമാർഗത്തിലേക്ക് പോയ ആളുകളുടെ കൂട്ടത്തിലല്ല. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പിന്നീട് തഹ്ലീലും തക്ബീറുമായിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, അവനോട് ചോദിച്ചുകൊണ്ട്, റബ്ബി അഫ്ർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റഫ്തു വമാ അഅലൻതു, എന്റെ റബ്ബേ, എനിക്ക് ഞാൻ പരസ്യമായതും രഹസ്യമായതും അറിഞ്ഞും അറിയാതെയും ആളുകൾ കണ്ടും കാണാതെയും ഞാൻ ചെയ്ത എല്ലാ സകല പാപങ്ങളും നീ പുറത്തു തരണമെന്നും. കാരണം നിനക്കെല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല. ഞാൻ ചെയ്തത്, കഴിഞ്ഞ കൊല്ലം ചെയ്ത പാപങ്ങൾ ഇന്ന് എനിക്ക് ഓർമ്മയില്ല, പലതും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെയ്തത് മുഴുവൻ നിന്റെ റെക്കോർഡിലുണ്ട്, നിന്റെ രേഖയിലുണ്ട്, നിന്റെ നിരീക്ഷണത്തിൽപ്പെട്ടു. അതുകൊണ്ട് നാഥാ, നീ എനിക്ക് പുറത്തു തരണമെന്ന അവസാനത്തെ പ്രാർത്ഥനയോടുകൂടി, അതിനിടയിൽ നിരന്തരമായ പ്രാർത്ഥനയാണ്, പടച്ചവനോട് ചോദിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ആ കാര്യങ്ങളൊക്കെ അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അള്ളാഹുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് അവന് ബന്ധമില്ല. അവനൊരു യോഗയുടെയും അവന് ടെൻഷൻ കുറക്കാൻ മറ്റു കാര്യങ്ങളുടെയും ആവശ്യമില്ല. അവന്റെ മൈൻഡ് ശരിയായി അള്ളാഹുവിലേക്ക് ട്യൂൺ ചെയ്തിരിക്കും, അവന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കും. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന് അവന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, അവന്റെ കാര്യങ്ങൾ ഇറക്കി വെക്കാൻ അവന്റെ അത്താണിയായിട്ടാണ് സർവ്വലോക രക്ഷിതാവിനെ അവൻ കാണുന്നത്. അവൻ എന്ത് പ്രയാസമുണ്ടെങ്കിലും ആ റബ്ബിന്റെ മുൻപിൽ പറഞ്ഞാൽ അവനൊരു ആശ്വാസമാണ്. നമുക്കറിയാം, നമ്മുടെ കൂടെയുള്ള ഒരു പ്രയാസപ്പെടുന്നവനും അവനേക്കാൾ കഴിവുള്ള, അവന്റെ പ്രയാസം നീക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തിനോട് അവന്റെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ, അവനോടൊന്ന് പൊട്ടിക്കരഞ്ഞ് അവന്റെ വിഷയം അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ അവന്റെ മനസ്സിന്റെ പ്രയാസങ്ങൾ ഒരു പകുതി അല്ലെങ്കിൽ മഹാഭൂരിഭാഗവും അവന് നീങ്ങിക്കിട്ടും. എന്നതുപോലെ മനുഷ്യനെ അറിയുന്ന, മനുഷ്യന്റെ ഉൾത്തുടിപ്പുകൾ അറിയുന്ന, മനസ്സിന്റെ വസ്വാസുകൾ വരെ അറിയുന്ന ആ റബ്ബിന്റെ മുൻപിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ നമസ്കാരത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആ നമസ്കാരം അലസന്മാരായിക്കൊണ്ട്, മടിയന്മാരായിക്കൊണ്ടായിരിക്കും അവർ ആ നമസ്കാരത്തിലേക്ക് നിൽക്കുന്നത്. പലരും യുറാഊനന്നാസാം, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും. ഒരു മുസ്ലിം അല്ലേ, പള്ളിയിൽ തീരെ വരാറില്ല, അല്ലെങ്കിൽ നമസ്കരിക്കാറില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി, പലരെയും ബോധിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. യുറാഊനന്നാസം വലായദ്കുറൂന, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാനും നിങ്ങളും ഇതിൽ നിന്ന് മുക്തമല്ല. വലായദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ, അല്പമല്ലാതെ അവർ അള്ളാഹുവിനെ ഓർക്കൂല. നമസ്കാരത്തിൽ അല്പമല്ലാതെ അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കൂല. ഇത് വിശ്വാസികളുടെ ലക്ഷണമാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആശ്വസിക്കാമായിരുന്നു, നമ്മളൊക്കെ അങ്ങനെയാണ്. എന്നാൽ ഇത് പറയുന്നത് മുനാഫിക്കിന്റെ ലക്ഷണമായിട്ടാണ് അള്ളാഹു പറയുന്നത്. നമസ്കാരത്തിലേക്ക് നിന്നാൽ അശ്രദ്ധമായി കൊണ്ട് നമസ്കരിക്കുക, അല്പമല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കൂല. റുക്കൂയിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ സുജൂദിൽ ഓർമ്മയുണ്ടാവില്ല. സുജൂദിലും റുക്കൂയിലും ഓർമ്മയുണ്ടെങ്കിൽ നിൽക്കുന്ന സമയത്ത്, ഫാത്തിഹ ഓതുന്ന സമയത്ത്, ഖുർആൻ ഓതുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാവൂല. ആ രൂപത്തിൽ അല്പമാത്രം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന രൂപത്തിലുള്ള നമസ്കാരവുമായിട്ട് നീങ്ങുന്ന ആളുകൾ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. പേടിയോടുകൂടി മാത്രമേ
എനിക്കും നിങ്ങൾക്കും നമ്മളാരും ഇതിൽ നിന്ന് മുക്തരല്ല. പരമാവധി പരിശ്രമിക്കുക, അള്ളാഹുവിനോട് തേടുക, ഈമാൻ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുക. നമസ്കാരം അതിന്റെ ഭക്തിയിൽ തന്നെ കൃത്യമായിട്ട് ഈമാനോടുകൂടി തഖ്വയോടുകൂടി നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ ഇന്നലകളിൽ അബദ്ധവശാലും അറിയാതെയും അറിഞ്ഞും നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു കാരുണ്യവാനാണ്. 99 കാരുണ്യവും അവന്റെ പക്കൽ അടിമക്ക് പൊറുക്കാൻ വേണ്ടി, പുറത്തു കൊടുക്കാൻ വേണ്ടി ബാക്കി വെച്ച റഹ്മാനാണ്. ആ റഹ്മാന റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് പരിഹരിച്ച് മാപ്പായി പെരുമാറാകട്ടെ. നമുക്ക് മാത്രമല്ല, നമ്മെ താലോലിച്ച് താരാട്ടി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, ഗുരുനാഥന്മാർ, ഭാര്യ സന്താനങ്ങൾ, അവർക്കും അല്ലാഹു പാപങ്ങൾ പുറത്ത് പരിഹരിച്ച് മാപ്പായി കൊടുക്കുമാറാകട്ടെ.